നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ ഫസ്റ്റ് ഒരു ട്രേഡ് എടുത്തിരുന്നു. അതെടുത്തത് ഏതാണ്ട് ഈ ഒരു സൈഡായിട്ടാണ്. ഫസ്റ്റ് ട്രേഡ് എടുത്തത് ഏതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് എടുത്തത്. അപ്പോൾ തന്നെ നമുക്ക് തോന്നിയായിരുന്നു നമ്മുടെ പ്രൈസ് ആക്ഷൻ ലൈൻ ഇതാണ്, ഒത്തിരി തള്ളിയിട്ടാണ് നമുക്കിന്ന് എൻട്രി എടുക്കാൻ പറ്റിയത്. അത് സെല്ല് തന്നെയാണ് ചെയ്തത്. അത് സ്റ്റോപ്പ് ലോസ് അടിച്ചിരുന്നു. അപ്പോൾ അത് ഈ ഒരു ക്യാൻഡിലിൽ വന്നിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അതിനുശേഷം ഈ നമ്മുടെ പ്രൈസ് ആക്ഷൻ ലൈൻ അത് സസ്റ്റെയിൻ ചെയ്യുന്നു, അതിനപ്പുറത്തേക്ക് മാർക്കറ്റ് പോകുന്നില്ല എന്ന തോന്നലിൽ രണ്ടാമതൊരു ട്രേഡ് കൂടെ നമ്മൾ ഇതേ സൈഡിലേക്ക് തന്നെ എടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു പ്രൈസിലാണ് അത് നമുക്ക് കിട്ടിയേക്കുന്നത്, 360.80. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ ഈ ഒരു പ്രൈസിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബ്രേക്ക് ഈവൻ, അതായത് രണ്ട് ട്രേഡുകളും ബ്രേക്ക് ഈവൻ ആകും നമ്മൾ ഇവിടെ വരെ കവർ ചെയ്ത് കഴിഞ്ഞാൽ. ഇത് 1:2 ആണ് ഈ ട്രേഡിൻ്റെ, ഇത് 1:3 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ 1:3 ആണ് വെച്ചേക്കുന്നത്. ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാകും. ഇന്നലെ നമ്മൾ 1:2 ആയിരുന്നു എടുത്തത്. ആക്ച്വലി നമ്മൾ ടാർഗറ്റ് ചെയ്തത് ഫസ്റ്റിലെ 1:3 ആയിരുന്നു. അതിനുശേഷം മാർക്കറ്റ് അങ്ങോട്ട് എത്തുന്നില്ല എന്ന തോന്നലിൽ നമ്മൾ 1:2 ട്രയൽ ചെയ്ത് എക്സിറ്റ് ചെയ്ത് പോന്നു. പക്ഷേ മാർക്കറ്റ് ഇന്നലെ അതിനുശേഷം നമ്മുടെ 1:3 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഏതാണ്ടൊരു 6ാമത്തെ ദിവസമാണ്. നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചെടുത്ത് വരെ. പക്ഷേ നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് എക്സിറ്റ് ചെയ്ത് പോകുന്ന 6ാമത്തെ ദിവസമാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റിൽ മാർക്കറ്റ് എത്തി, പക്ഷേ നമ്മളത് എടുത്തില്ല. വേറൊന്നും കൊണ്ടല്ല, നമ്മളിപ്പോഴും ആ ഒരു ധൈര്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടിട്ടാണ്. മാർക്കറ്റിൽ വിജയിക്കാൻ വേണ്ടത് നഷ്ടം സഹിക്കാനുള്ള കപ്പാസിറ്റിയും പിന്നെ കുറച്ച് ധൈര്യം നമ്മൾ കാണിക്കുക എന്നുള്ളതാണ്. എന്തായാലും നഷ്ടം വരാൻ പോകുന്ന ഒരു 125 രൂപ, ഇല്ലെങ്കിൽ 1 പോർഷൻ നഷ്ടം വരുന്നു. ഇന്നിപ്പോൾ ആദ്യത്തെ ഒരു ട്രേഡ് നഷ്ടം വന്നു. ഈ ഒരു ട്രേഡും കൂടെ നഷ്ടം വന്നാൽ നമുക്കൊരു 250 രൂപയോളാണ് ടോട്ടൽ ലോസ് വരാവുന്നത്. അപ്പോൾ നമ്മളുടെ ടാർഗറ്റ് വരുന്നത് 1:3 ആണ്. ഇന്ന് മാർക്കറ്റ് അത് കവർ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ട്രേഡിൽ ഇടപെടുന്നില്ല. ലോസ് അടിക്കുന്നെങ്കിൽ അടിച്ചോട്ടെ. അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് 125 രൂപ കൂടെ നഷ്ടപ്പെടും മാക്സിമം. ഇപ്പോൾ ടോട്ടലി ഒരു 250 രൂപ നമ്മളിന്ന് കൊടുത്തിട്ട് പോരും. അതല്ല എങ്കിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യട്ടെ. കാരണം ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അതെടുക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇപ്പോഴും അങ്ങോട്ട് എത്തിയിട്ടില്ല. അത് പ്രാക്ടീസ് ചെയ്ത് തന്നെ നമ്മൾ എത്തേണ്ടതാണ്. സോ ഇന്ന് അതിനുള്ളൊരു ശ്രമമാണ്. ഇന്നലത്തെ വീഡിയോയുടെ ലിങ്കിൽ ഞാൻ റോജർ ഫെഡററുടെ ഒരു ലിങ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കോളേജ് സ്റ്റുഡൻസിനോട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് അദ്ദേഹം അതിനകത്ത് പറയുന്ന ഇതാണ്. പറ്റുവാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. നല്ലൊരു മോട്ടിവേഷണലാണ് സംഭവം. ഒപ്പം കുറച്ച് മാത്തമാറ്റിക്കൽ ഫാക്റ്റ് അതിനകത്തുണ്ട് നമുക്ക് പ്രയോജനപ്പെടുന്നത്. അതിതാണ്, അദ്ദേഹം വേൾഡിലെ നമ്പർ 1 പൊസിഷനിലുള്ളൊരു ടെന്നീസ് കളിക്കാരനായി വർഷങ്ങളോളം നിലനിന്നൊരു വ്യക്തിയാണ്, നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാച്ച് വിന്നിങ് ചെയ്ത മാച്ചുകളുടെ എണ്ണം കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 80% ഓഫ് മാച്ചും പുള്ളി വിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളിക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ പോയിൻറ്റ്സ്, അതായത് മൊത്തം പോയിൻറ്റിൽ എത്ര പോയിൻ്റാണ് പുള്ളിക്ക് വിൻ ചെയ്യാൻ പറ്റിയത്, അതിൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ എന്ന് കുട്ടികളോട് അയാൾ ചോദിക്കുന്നുണ്ട്. ആരും ഉത്തരം പറയുന്നില്ലെങ്കിലും പുള്ളി തന്നെ ഉത്തരം പറയുന്നുണ്ട്. അതായത് ടോട്ടൽ പോയിൻറ്റുകളിൽ 54% ആണ് അയാളുടെ ടോട്ടൽ വിൻ റേഷ്യോ. അപ്പോൾ ഈ 54% വിൻ റേഷ്യോ വെച്ചിട്ടാണ് അദ്ദേഹം 80%-ലധികം മാച്ചുകളും വിജയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇത് കുറച്ചും കൂടെ നമ്മുടെ സൈഡിലേക്കാണ്. കാരണം റിസ്ക് റിവാർഡ് 1:2 വെക്കുമ്പോൾ തന്നെ നമുക്ക് 50% മാച്ച് വിൻ ചെയ്യണ്ട, 40% മാത്രം വിൻ പ്രോബബിലിറ്റി കിട്ടിയാൽ നമുക്ക് പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റും. പ്രോഫിറ്റ് അത് മോശമല്ലാത്ത പ്രോഫിറ്റിലേക്ക് വരും. ഇനി 50% ഒക്കെ നമുക്ക് വിൻ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് വരും. അപ്പോൾ ഓൾറെഡി നമ്മൾ 50%-ന് മുകളിൽ വിൻ റേഷ്യോ നമുക്ക് കിട്ടുന്നുണ്ട്. അത് വേണ്ട. 1:2 വെച്ചിട്ടാണെങ്കിൽ അത് വേണ്ട. അപ്പോൾ ഒപ്പം തന്നെ നമുക്ക് 1:3ഉം 4ഉം ഒക്കെ കിട്ടുന്നുണ്ട്. സോ ഷെയർ മാർക്കറ്റ്, അതായത് റോജർ ഫെഡറർ പറയുന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഷെയർ മാർക്കറ്റ് ഇപ്പോൾ ടെന്നീസ് കളിയിൽ വിജയിക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ വിജയിക്കാൻ നമുക്ക് സാധ്യത തരുന്നൊരു മേഖലയാണ്. കാരണം ഇതിൻ്റെ റിസ്ക് റിവാർഡ് നമുക്ക് 1:3ഓ 4ഓ ഒക്കെ ആയിട്ട് കൂട്ടാമെന്നുള്ളത് കൊണ്ടിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധ്യത കൂടുതലുള്ളൊരു സംഭവം തന്നെയാണ് ഷെയർ മാർക്കറ്റ്. ഇതിനകത്ത് സ്ട്രാറ്റജീസ് അല്ല വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരിക്കലും ഒരു സ്ട്രാറ്റജിയുമല്ല വർക്ക് ചെയ്യുന്നത്. പകരം നമ്മുടെ കോൺഫിഡൻസും ഒപ്പം നമ്മളുടെ റിസ്ക് റിവാർഡിനാണ് ഇവിടെ സ്ട്രാറ്റജിയേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളത്. നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഇല്ലെങ്കിലും ഷെയർ മാർക്കറ്റിൽ വിജയിക്കാം. നിങ്ങളുടെ ക്യാപിറ്റൽ
നിങ്ങൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക, നിങ്ങളുടെ റിസ്ക് റിവാർഡ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, അത്ര മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ കുറച്ചധികം നേരത്തേക്ക് നമ്മൾ പോസ് ചെയ്യുവാണ്. ഇനി രണ്ടിലൊന്ന് ഹിറ്റ് ചെയ്യട്ടെ, അതിന് ശേഷം നമ്മൾ അറിയിക്കാം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് സ്റ്റോപ്പ് ലോസ് അടിക്കാൻ പോവാണ്. ഇത് ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇന്ന് നമുക്ക് ട്രേഡ് ഇല്ല. ആക്ച്വലി 2 ട്രേഡ് ഒരു ദിവസം എടുക്കേണ്ട കാര്യമില്ല, അതത്രയും നല്ലൊരു ട്രേഡ് ആയിരിക്കും എന്ന് തോന്നിയത് കൊണ്ട് രണ്ടാമത് എടുത്തതാണ്. അതിപ്പോൾ ഹിറ്റ് ചെയ്തേക്കാം, അങ്ങനെയാണ് നമുക്കതൊന്ന് കണ്ടേക്കാം. അപ്പോൾ അത് കഴിഞ്ഞു. നമുക്കിന്ന് 2 സ്റ്റോപ്പ് ലോസാണ് ഹിറ്റായേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ടാർഗറ്റ് ഓർഡർ ഇട്ടേക്കുന്നത് ക്യാൻസൽ ചെയ്യുവാണ്. നമുക്കിന്ന് എത്ര ലോസ് വന്നു നോക്കാം. നമ്മുടെ ഇന്നത്തെ ടോട്ടൽ ലോസ് വരുന്നത് 237 രൂപയാണ്. അതായത് ഇന്നലെ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് കംപ്ലീറ്റ് ഇന്ന് ലോസ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.